അനുഗ്രഹിക്കപ്പെട്ട ഈ 2025 വർഷം മെയ് മാസത്തിൻ്റെ അവസാനത്തെ 25 തീയതി അവസാനത്തെ സഭായോഗത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ദൈവസഭയിൽ ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് സാവകാശോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കടത്തുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി ദൈവസഭയെ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മനിയോഗത്താൽ ആയിരിക്കുന്ന കർത്തദാസൻ ലാലു പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന ഷൈജു പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഒരു പകലും കൂടി ദിവസം നമുക്ക് ആയിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ സാവകാശയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത്. ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു സഭയിൽ ഒരു സഹോദരി 27 വയസ്സ് ആയ ഒരു സഹോദരി സഭായോഗത്തിന് കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിന് പോകുന്ന വഴിക്ക് വാഹനം ഇടിച്ച് മരിച്ചു. സഭായോഗത്തിന് പോകുന്ന വഴി 27 വയസ്സ് ആയുള്ളൂ, 6 മാസം ആയിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട്. അത് നടക്കുമ്പോൾ വടക്കേന്ത്യ ഛത്തീസ്ഗഡിൽ ഒരു ദൈവസഭയിൽ കയറി ആക്രമിച്ച് ആരാധന നിർത്തി, ഭിത്തി പൊളിച്ചു, അവർ പുറത്താക്കി. ആരാധന നിർത്തി ആ പാസ്റ്ററെ പിടിച്ചുകൊണ്ടുപോയി. പാസ്റ്റർ പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവർ വിട്ട് അയച്ചുവെങ്കിലും പിറ്റേ ദിവസം സഭയിലുള്ള ഒരു വിശ്വാസം വന്ന ഒരു കുടുംബം തന്നെ പാസ്റ്ററിനെതിരായി കള്ളക്കേസ് കൊടുത്ത് പാസ്റ്റർ ജയിലിൽ ആക്കി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവം. ഈ ഞായറാഴ്ച അവരൊക്കെ പോകുമ്പോൾ ഭീതിയോടെയാണ് പോകുന്നത്, പക്ഷെ മടുക്കാതെ പോകുന്നുണ്ട്. കാരണം വിടുവിക്കുന്ന ദൈവമുണ്ട്. മരിച്ചാലും ഞങ്ങൾ അവന് വേണ്ടി ജീവിക്കും, മരിച്ചാലും മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ആരാധിക്കും എന്നും പറഞ്ഞ് പോകുന്ന ഒരു അതേ വിഭാഗം ദൈവമക്കൾ ഈ ഇന്ത്യയിലുണ്ട്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഇന്നിപ്പോൾ നമുക്ക് നൽകപ്പെട്ട നമ്മുടെ പലപ്പോഴും പ്രശ്നം, കർത്താവ് അത് തന്നില്ല, ഇത് തന്നില്ല, അവർക്കത് കൊടുത്തല്ലോ, എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇത്രയും വർഷമായല്ലോ, ഞാൻ ഇത്രയും ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് എന്നും കുറ്റം പറയാൻ നേരം ഉള്ളൂ. പാസ്റ്റർ അങ്ങനെയാണ്, ഇന്നാൾ കൈ തന്നില്ല, ഇന്നാൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, കുറ്റം പറയാൻ നമുക്ക് നേരമുള്ളൂ. സ്തോത്രം. കാരണം നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഒരടി വരട്ടെ, ഒരടി കൊള്ള്. സ്തോത്രം. കൊണ്ടാൽ നമ്മൾ നേരെ നിൽക്കും. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, പീഡ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവസഭകൾ പിന്മാറി പോകുന്നത്. കർത്താവ് അനുഗ്രഹിച്ചു, ധാരാളമായി നമ്മളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് ഒത്തവണ്ണം അവനെ ആരാധിപ്പാൻ ഒരു ഞായറാഴ്ച അല്ല നമുക്ക് വെച്ചിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ആ നിമിത്തമായി നമ്മൾ വന്ന് കർത്താവിനെ മഹത്വം കരേറ്റി സഭാഗം കഴിഞ്ഞ് പോയി. ചൊവ്വാഴ്ച ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ അല്ല, ഒരു വീട്ടിൽ. ഞാൻ പിന്നീട് അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എത്തിപ്പോയേനെ. സ്വന്തം ചൊവ്വാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു, സഭ കൂടിയില്ല. ഇല്ല, ഞാൻ പോയില്ല മീറ്റിങ്ങിന്, പക്ഷെ എനിക്കറിയാം നമ്മുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, വെള്ളിയാഴ്ച പ്രാർത്ഥന. കർത്താവ് കഴിഞ്ഞ ആഴ്ച നടത്തിയ വിധങ്ങൾ ഓർത്ത് വന്ന് സ്തുതിച്ച് മഹത്വം നൽകിയിട്ട് നമ്മൾ പോയി. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ദൈവസഭ കൂടിയോ? വെള്ളിയാഴ്ച വരുന്ന ആൾക്കാർ വന്നു കൂടി. ദൈവസഭ ഈ വെള്ളിയാഴ്ച ആത്മനിയോഗത്താൽ പാസ്റ്റർ 60 കുടുംബങ്ങളുടെ, നമ്മളിവിടെ സഭയിൽ അയക്കുന്ന 60 കുടുംബങ്ങളുടെ പേര് പറഞ്ഞ് 5 വീതം പേര് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. സ്തോത്രം. വരുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വരാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്തോത്രം. ശനിയാഴ്ച ഇന്നലെ കൂട്ടായ്മ ഉണ്ടായി, സഭ വന്നില്ല. വിശ്വാസികൾ വന്നു, ദൈവസഭ വന്നില്ല. സ്തോത്രം. ദൈവാത്മാവ് വ്യക്തമായി സ്പഷ്ടമായി പറയുന്ന, രാകേഷ് ബാസ് സ്വന്തമായി പറയുന്ന കാര്യമില്ല. പിന്നെ എനിക്കിങ്ങനെയൊക്കെ പറയാൻ നിയോഗം ഉള്ളൂ, അതോർത്ത സ്തോത്രം. ഞായറാഴ്ച വന്ന് കൂടെ നമ്മൾ പള്ളിക്കാരല്ല, പള്ളി വിട്ടോരാ. പള്ളിക്കാർ പിന്നെയും കൂടുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് വന്ന്, കാരണം ഈ ക്ഷണിക്കപ്പെടുമ്പോൾ മാത്രം വരുന്ന സഭാഗത്തിന് വരുന്നത് ശരിയല്ലല്ലോ. എന്നെക്കുറിച്ച് ഞാനും എൻ്റെ കുടുംബവും ദൈവമക്കൾക്കായി നാളൊക്കെ ക്ഷണിച്ചു. സ്പെഷ്യലായിട്ട് മീറ്റിംഗ് ഞായറാഴ്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. സ്തോത്രം. അപ്പോൾ ഞാനൊരു കർത്താവേ, വല്ലപ്പോഴും ഇടയ്ക്ക് അല്ലാതെയും പോകണമല്ലോ. സ്തോത്രം. വെള്ളിയാഴ്ചകൾ നിങ്ങളെക്കാട്ടും കൂടുതൽ ഞാൻ വരുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും വരുന്നുണ്ട്. സ്തോത്രം. അറ്റൻഡൻസ് എടുത്താൽ ഞാനും എൻ്റെ ഭാര്യയായിരിക്കും ഫസ്റ്റ്. സ്തോത്രം. അപ്പോൾ ഞായറാഴ്ച വന്നപ്പോൾ പാസ്റ്റോടെയും വന്നാൽ ശുശ്രൂഷിക്കണമെന്ന് നിർബന്ധമില്ല. പാസ്റ്റോട് പറഞ്ഞ് ഒരു 5 മിനിറ്റ്, കാരണം വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ പാസ്റ്റർ വിഷയങ്ങൾ പറയുമ്പോൾ ഒരു കാഴ്ച കർത്താവ് കാണിച്ചു.
അത് മാത്രം പറയാൻ. ഇന്ന് വേറെ സഭയിൽ പോകേണ്ടതായിരുന്നു, പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ദൈവാത്മാവിടെ പ്രേരണ തന്നുകൊണ്ട് ആ ഒറ്റ വിഷയം പറയാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ പാസ്റ്റർ പറഞ്ഞ് ശുശ്രൂഷിച്ചോളം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന, അവൻ നമുക്ക് വേണ്ടി, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നു, അല്ലേ? യേശുക്രിസ്തു, വചനം പറയുന്നു, യേശുക്രിസ്തു താൻ തന്നെ സ്വയമായി സമർപ്പിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു. പോരാ, പരിശുദ്ധാത്മാവോ ഈ പാപിയായ എന്നെ യേശുക്രിസ്തു രക്തത്താൽ ശുദ്ധീകരിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, നീതീകരണം ഞാൻ പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്നു വസിക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? എന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നത്. ആത്മാവെ വാ, പ്രാർത്ഥിക്കാൻ നേരത്ത് വാ, എന്റെ ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടി വാ, എന്നെ ബലപ്പെടുത്താൻ വേണ്ടി വാ, എനിക്ക് ബുദ്ധി തരാൻ വരണം. കൂട്ടായ്മയൊക്കെ പോകാനോ? വേണ്ട. ഞാൻ പല സഭകളിലും കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവസഭ ഈ വരുന്ന ആഴ്ച പാസ്റ്റർ അനൗൺസ് ചെയ്യും. വെള്ളിയും ശനിയും ഞായറും ഉപവാസ പ്രാർത്ഥന, 5-ാം മാസത്തിലെ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥനയോ കൂട്ടായ്മ മുടക്കി അതിൻ്റെതായ എല്ലാ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ സഭകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർമാരെ മക്കളെ പോലും അത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിടാതെ ട്യൂഷന് വേണ്ടി വിടും, പഠിക്കാൻ വേണ്ടി വിടും, പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടി വിടും. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഫസ്റ്റ് ആയാൽ ദൈവം അനുഗ്രഹമാണോ? ദൈവസഭയുടെ ഉപവാസം, ദൈവസഭയുടെ കൂട്ടായ്മ വിട്ട് നിങ്ങൾ ലോകത്തിൽ എവിടെ പോയി ഫസ്റ്റ് ആയാലും, അത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും, ദൈവത്തിന് അത് ഹിതമാണോ എന്നാണ് എന്റെ ചോദ്യം. ദൈവാനുഗ്രഹമാണോ അത്? സ്വാതന്ത്ര്യം. സംഗീതത്തിന് ഞാൻ വരുന്നുണ്ട് പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ മാസം എങ്കിലും തീരുമാനം എടുത്തിട്ട്, 1-ാം തീയതി തീരുമാനം എടുത്തു. ഏത്? ജനുവരി 1-ാം തീയതി. അതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല. സ്തോത്രം. ഈ 5-ാം മാസം എങ്കിലും ജോലി പോണെങ്കിൽ പോട്ടെ, ദൈവം തന്നതാണെങ്കിൽ അതുണ്ടാവും. സ്കൂള് തുടങ്ങിയിട്ടില്ല, ക്ലാസ് തുടങ്ങിയെങ്കിലും ആ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധി എടുക്കണം. അത് എടുക്കാതെ സ്കൂളിൽ പോയി പഠിച്ച്, ഞാൻ പറഞ്ഞ പോലെ MLAക്ക് പോയി ഫസ്റ്റ് ആയാലും ദൈവത്തിന് വിഷയമില്ല. സ്തോത്രം. കർത്താവ് സർവശക്തനായ ദൈവം ഇന്നും നമ്മൾ ഉള്ളംകൈയിൽ വഹിച്ച് ആരോഗ്യം, ബലം നൽകി, വീട് തന്നു, വണ്ടി തന്നു, എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് അവൻ അത്ഭുതം അടയാളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വ്യത്യാസമില്ല. ഞാൻ രാകേഷ് എന്ത് ചെയ്യുന്നു? രാകേഷ് യേശു ക്രിസ്തുവിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? 1 വർഷമായിട്ട് ദൈവസഭ പാസ് വന്ന പിന്നെ ആത്മനിയോഗത്താൽ കമ്മിറ്റിയും താല്പര്യത്തോടെ കഴിഞ്ഞ 1 വർഷമായിട്ട്, ഏകദേശം 1 വർഷമായിക്കൊണ്ടിരിക്കും. ജൂണിൽ ആരംഭിച്ചു വന്നു. എവിടെ? മാസത്തെ ഒരിക്കലുള്ള പ്രവർത്തനം. വരാത്ത എത്രയോ, ഞാൻ കാണാത്ത എത്രയോ മുഖങ്ങൾ ഇവിടെ ഉണ്ട്. മാസത്തിന് ഒന്നേ ഉള്ളൂ ഒരു ട്രാക്ട് പോയി കിടക്കാൻ. വെള്ളിയാഴ്ച പാസ്റ്റർ പറഞ്ഞ വചനമാ, യേശുക്രിസ്തു നാമ നിമിത്തം നിങ്ങൾ ഉപദ്രവം സഹിച്ചാൽ ലജ്ജിക്കരുത്. നിങ്ങളുടെ വീട്ടിന് മുമ്പിലുള്ള അയൽവാസികൾ നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടില്ല, നിങ്ങൾ ട്രാക്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം. ഇവിടെ ലജ്ജിച്ചാൽ യേശു പറഞ്ഞു, അവിടെ എത്തുമ്പോൾ ഞാനും നിങ്ങളെ കുറിച്ച് ലജ്ജിക്കും. ആര് മുമ്പാകെ? കോടാനുകോടി വിശുദ്ധന്മാരുടെ മുമ്പാകെ, കോടാനുകോടി അതേ കെരൂബുകളുടെ മുമ്പാകെ, കോടാനുകോടി ദൂതന്മാരുടെ മുമ്പാകെ ഞാൻ നിങ്ങളുടെ മുഖം കണ്ട് ലജ്ജിക്കും, നാണിക്കും. സ്തോത്രം. വരുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പല കുഞ്ഞുങ്ങളും കഴിഞ്ഞ ആഴ്ച വരെ വന്നു, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിന്റെ അമ്മായിപ്പൻ ജോർജ് പാസ്റ്റർ, ജോളിയാണ്ടിയുടെ പപ്പ, പാസ്റ്റർ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച, നമ്മൾ ഈ മാസം 2 ആഴ്ച മുമ്പേ വെള്ളിയാഴ്ച അദ്ദേഹത്തെ വിളിച്ചു, ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്നിട്ടും പാസ്റ്റർ എന്നോട് വന്നിട്ട് പറയാനിരിക്കുന്നു. എന്നോട് വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുക എന്നോട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ ശുശ്രൂഷിക്കുന്നു? 2 പ്രാവശ്യം ഞാൻ തന്നെ വേണ്ട, കാരണം അദ്ദേഹത്തെ വിളിച്ചതാ. എന്നോടൊന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സുഖമായിട്ട് പറയാൻ ചെയ്യാന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് ദേവദാസൻ കിടന്ന ധാരാളം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഇന്നലെ ഞങ്ങൾ 2 പേര്, പാസ്റ്റർ ഞാനും ഷൈജു പാസ്റ്ററും കൂടി ഞങ്ങൾക്ക് സമയം തന്നിട്ട് പാസ്റ്റർ സമയം എടുത്തു. പാസ്റ്റർ ദൂതുണ്ടായിരുന്നു. ഞാൻ കയറി വന്നപ്പോൾ ആദ്യം പാസ്റ്റർ ദൂത് എഴുതിക്കൊണ്ടിരിക്കുക. അത് മാറ്റി വെച്ചിട്ട് ദൈവാത്മാവിന്റെ പ്രേരണയിൽ ഞങ്ങൾ 2 പേർക്ക് സമയം തന്നിട്ട് പാസ്റ്റർ മിണ്ടാതിരുന്നു.
സ്തോത്രം. നമുക്ക് അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലോ, എനിക്ക് ആരാധിക്കാൻ സമയം കിട്ടിയില്ലോ, എനിക്ക് പറയാൻ പറ്റിയില്ലോ എന്നാണ് നമ്മുടെ ചിന്ത. സ്തോത്രം. വായിക്കാം. സങ്കീർത്തനം പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. നിന്റെ 6-ാം വാക്യം, നിന്റെ സകല കൽപ്പനകളെയും നിന്റെ സകല കൽപ്പനവും, 1, 2, 10 നിന്റെ സകല കൽപ്പനകളും തമ്മിൽ ഭാരങ്ങൾ ചുമപ്പീൻ, ക്ഷമിക്കണം, സ്നേഹിക്കണം, പൊറുക്കണം. കൈ തരാത്ത എത്രയോ പേർ നമ്മുടെ ഇടയിലില്ല. അതിനായ സ്തോത്രം. നിന്റെ സകല കൽപ്പനകളും പ്രമാണിക്കണേ, സൂക്ഷിപ്പാൻ വേണ്ടി അതിന് എന്ത് വേണം? ആത്മശക്തി വേണം. ആത്മശക്തി പ്രാപിക്കുന്നത് എന്തിനാ ഞാൻ ചോദിച്ചു? സ്തോത്രം. വീട്ടിൽ പ്രാർത്ഥന ഞാൻ ചോദിച്ചായിരുന്നു വന്ന ദൈവമക്കളോട്. പക്ഷെ അവിടെയല്ല ചോദിക്കണം, ഇവിടെയാണല്ലോ ചോദിക്കണം. ഞായറാഴ്ച. സ്തോത്രം. കുടുംബ പ്രാർത്ഥന ആരംഭിച്ചോ? ഷൈജുബാസു ഇന്നലെ ഓർപ്പിച്ചു. ഷൈജുബാസുവിനെ സന്ധ്യാപ്രാർത്ഥന പറഞ്ഞു. ഞാൻ സന്ധ്യാപ്രാർത്ഥന അല്ല, പ്രഭാത പ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അതില്ലാതെ ദൈവമക്കള് അനുഗ്രഹിക്കപ്പെട്ടോ? ഹൗ? കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയില്ലാതെ അനുഗ്രഹിക്കപ്പെട്ടോ? അമേരിക്കയിൽ പോയോ, അപ്പുറത്ത് പോയോ, ചന്ദ്രനിൽ പോയോ? എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. പ്രമാണം അനുസരിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹമാണോ? ഞാൻ പറയുന്നില്ല, തീരുമാനിച്ചാൽ മതി. അവന് സകല കൽപ്പനകള് അങ്ങനെ ചെയ്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. വേഗത്തിൽ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന് 36-ാം വാക്യം മുതൽ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 36. അയ്യോ സോറി ഒരു മിനിറ്റ്, അത് പറയാം. വെള്ളിയാഴ്ച കണ്ട കാര്യമാവും. ഞാൻ ഇപ്പോൾ പാസ്റ്ററോട് ഒന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ രാവിലെ. ഇവിടെ ഒരു മുസ്ലിം പള്ളി, വലിയ മുസ്ലിം പള്ളി, ഞാനത് കണ്ടിട്ടുള്ളൂ. ആ മുസ്ലിം പള്ളി ദൈവാത്മാവ് കാണിച്ചു. സാറ് വേറെ പ്രവാചകന്മാരാണെങ്കിൽ ഉടനെ വന്നു, 4-ാം കെട്ട്, 4-ാം വേദം പിശാചാണ്, പ്രവൃത്തിയാണ്, നമുക്ക് ഉപവസിക്കണം, 21 ദിവസം എടുക്കണം, അവർക്കെതിരായി പ്രാർത്ഥിക്കണം. ഇതൊന്നുമല്ല ദൈവാത്മാവിനോട് പറഞ്ഞത്. അവിടെ ഉള്ള ഓരോ മുസ്ലിങ്ങളും അവർ വിശ്വാസിയായി തീരണം. മനസ്സിലായില്ല? നമുക്ക് കേരളത്തിൽ നമ്മുടെ പ്രവാചകന്മാരും പ്രവാചകിമാരും വീട്ടിൽ വന്ന് സഭയിൽ വന്ന് നമ്മളെ പേടിപ്പിച്ച് ഇരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നമുക്ക് പേടിയാ. 4-ാം വേദക്കാരാണ്, അവർ അത് തീയും കെട്ടും മുട്ടും ഒക്കെ പറഞ്ഞ് പേടി. പക്ഷേ ഗൾഫിൽ പോകാനോ? അവിടെ അതിൻ്റെ കൂടെ ആസ്ഥാനമാണ് അല്ലേ? സൗദിയിലും ദുബായിലും കുവൈറ്റിലും ഒക്കെ എല്ലാം അറബികളാണ്. ആ അറബിയുടെ കീഴെയാണ് ഈ അറബി. പക്ഷെ നമുക്ക് ഇവരെ പേടിയാ. അവിടെ പോകാൻ നമുക്ക് പേടിയില്ല. അവിടെ പോയി അവരുടെ പണം മേടിക്കാൻ നമുക്ക് ലജ്ജയുമില്ല. ഇവരെ നശിച്ചു പോകാൻ വേണ്ടി അതാ പോയി കർത്താവ് ചെയ്തോളും. പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് പാസ്റ്റർ പറഞ്ഞത്, ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്ത് 2 വർഷമായിട്ട് വേറൊന്ന് ചെറുത് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ദൈവാത്മാ വെറുതെയല്ല പറഞ്ഞത്. അവിടെയുള്ള, ഞാൻ പറയുന്ന എൻ്റെ ആത്മീയ ദർശനത്തിൽ അവിടെയുള്ള അവർ വരുവാനാണ്ടിക്ക് വേറെ വിഷയം, അവിടെയുള്ള ഓരോ മുസ്ലിങ്ങളും വിശ്വാസം വരുവാൻ, അത് ദൈവത്തിന് ഹിതമനുസരിച്ച് ബഥേൽ AG കോഴഞ്ചേരി സഭയുടെ മെമ്പറും ആകാൻ, ചിന്തിക്കാനും പ്രാർത്ഥിക്കാനെങ്കിലും പറ്റൂ. ഹല്ലേലൂയ സ്വതന്ത്രം ഞാൻ പറയുന്നില്ല. പക്ഷെ വൈരുദ്ധ്യല്ലേ, വിരോധാഭാസം. ഇവിടെയുള്ള മുസ്ലിങ്ങളെ നമ്മൾ പേടിയാ. പക്ഷെ അവിടെ പോകാൻ, ഗൾഫിൽ പോകാൻ നമുക്കൊരു പേടിയും ഇല്ല. വേണ്ട, ഇവിടെ കെവിൻ വന്ന് പോയി, കെവിൻ പോയി. ഓക്കെ, കെവിനൊക്കെ അറിയാം. അയർലൻഡ്, UK, സ്കോട്ട്ലൻഡിലൊക്കെ പള്ളികൾ അടച്ചിട്ട്, പള്ളികൾ പൂട്ടിയത് അത് മുസ്ലിം പള്ളികളായി തീർന്നിരിക്കുക. അമ്പലം പോലും ആക്കി തീർത്തു. ക്രിസ്ത്യാനികളുടെ പള്ളികൾ അത് ഇപ്പോൾ ആർക്കാ? മുസ്ലിം പള്ളിയും അതുപോലെ അമ്പലങ്ങളായി തീർന്ന അനുഭവം. സ്തോത്രം. അപ്പൊ അവരുടെ ശക്തിയാണോ വലുത്, നമ്മുടെ ശക്തിയാണോ? നമുക്ക് ദൈവശക്തി ദൈവമക്കളെ തന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം വരുന്നത് ഒരു ഞായറാഴ്ച വന്നുകൊണ്ട് വിശ്വാസം കിട്ടില്ല. കാരണം വീട്ടിൽ നിങ്ങൾക്ക് ആരാധന ഇല്ല. അത് വ്യക്തമായ രാകേഷ് പാസ്റ്റർ ഇന്ന് പറയാം. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ.
അങ്ങനെയാണെങ്കിൽ പിന്നെ സഭായോഗം കൂടാതെ മറ്റുള്ള കൂട്ടങ്ങളും സഭായോഗം ആണല്ലോ. സഭായോഗം ഉപേക്ഷിച്ചാൽ വിചാരിക്കരുത് ചെയ്താൽ പാപം. കാരണം എന്താണ്? യാക്കോബൻ 4:17 നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന്, ചെയ്യാത്തവർക്ക്, ചെയ്യാത്ത കുടുംബത്തിന് അത് പാപമാകുന്നു. എടുത്തു യാക്കോബ് 4:17. അതെ ഇവിടെ ഇവിടെ കൂടെ വായിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടല്ലോ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ഇപ്പൊ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ദൈവസഭയുടെ പ്രാർത്ഥന പാസ്റ്ററിന് ഇഷ്ടം അനുസരിച്ചല്ല, ഇവിടെയുള്ള കോഴഞ്ചേരി AG ബദേ സഭ തീരുമാനിച്ച ഉപവാസ പ്രാർത്ഥനകൾ, ഭവന കൂട്ടായ്മകൾ. നമ്മളെങ്ങോട്ടാ പോന്നെ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജോലി മാറ്റി വെക്കേണ്ടി വരും, വിദ്യാഭ്യാസം മാറ്റി വെക്കേണ്ടി വരും. ഞാൻ മാറ്റി വെച്ചതാ 18-ാം വയസ്സിൽ. അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. മോദി സർക്കാരായാലും മറ്റേ എന്താ നമ്മുടെ ഫോൺ റിലയൻസിന്റെ ആള് അംബാനി ആയാലും അയാളും യാചിക്കുക, അവനും ഭിക്ഷക്കാരന്. കാരണം നമ്മൾ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ആണോ? അവർ മാജിക് ചെയ്തിട്ടല്ലോ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും ഫോണിലും അല്ലെങ്കിൽ അവർ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നതുകൊണ്ട് ആകുന്നു അവർ ജീവിക്കുന്നത്. നമുക്കെന്താ ലജ്ജ? സോദരം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന്, ചെയ്യാത്തവൻ മാത്രമല്ല വള്ളും പിന്നെ കുടുംബവും പാപം. ആ പാപം ചെയ്താൽ സ്വർഗത്തിൽ പോകും, ന്യായവിധി ഉണ്ടാവും. സ്വർഗത്തിൽ കയറും. കാരണം സ്നാനപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ട്, സഭയെ സഹായിച്ചുകൊണ്ട്, പാസ്റ്റർമാരെ ആദരിച്ചുകൊണ്ട് ചെയ്യും. പക്ഷെ അവിടെ ചെന്നാൽ തീയിൽ കൂടി കൊടുന്നു, തീയിൽ കൂടി കടക്കും. തീയിൽ കൂടി കടന്നാൽ വെന്തുപോകും, ഒന്നും ഉണ്ടാവില്ല. സ്വതന്ത്രം. ലൂക്കോസ് അമ്മച്ചിയുടെ കാര്യം, അന്നാമ്മച്ചിയുടെ കാര്യം. അന്നാമ്മച്ചി, അന്ന അല്ല, അന്ന ANNA അല്ലേ? അന്ന വെച്ചോ. പ്രവാചകി ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രവാചകി പറയുന്ന വാക്യങ്ങൾ ഒരു പ്രവചനവും പറഞ്ഞിട്ടില്ല. വായിച്ചോ. ആകെ വിവാഹിച്ചത് 7 വർഷം ഉണ്ടായുള്ളൂ, മക്കളുണ്ടായില്ല. എന്ന് മുന്നേ സ്വർഗത്തിൽ പോകാതിരുന്നോ? ഇന്ന് നമ്മുടെ ആൾക്കാർക്ക്, പാസ്റ്റർമാർക്ക് പോലും പുച്ഛമാ പാസ്റ്റർ. ഞങ്ങളോട് എത്ര പേര് ഈ മക്കളില്ല പാസ്റ്റർ? പാസ്റ്റർമാർ ഞങ്ങളോട് ചോദിച്ചു, സീനിയർ പാസ്റ്ററും ചെറുതായ ആരായാലും. ഞാൻ പറഞ്ഞില്ല, എന്ത് പ്രശ്നം? സ്വർഗത്തിൽ പോകൂലേ? ഞാൻ വീടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകൂലേ? വണ്ടിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകൂലേ? ഇതൊന്നും ഇല്ലാണ്ട് ഇന്ന് വരെ നിങ്ങൾ എന്നെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ വിഷയം? ഈ അമ്മച്ചിക്ക് 7 വർഷം ഉണ്ടായിരുന്നല്ലോ, മക്കളില്ല. പിന്നെ 84 വർഷം വിധവയായിരുന്നു. സങ്കടവും ഇല്ല ആ അമ്മയ്ക്ക് സങ്കടവും ഇല്ല. വായിച്ചോ. പെനുവേലിന്റെ മകൾ, പെനിയേൽ ദൈവത്തെ മുഖാമുഖം കണ്ടു വന്ന അപ്പന്റെ പേരിന്റെ അർത്ഥം. യാക്കോബ് പേരിട്ട പെനിയേൽ, ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു. ഈ അപ്പൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ അല്ല, മോള്, ഏത് മോള്? ഹന്ന എന്ന് പറയുന്ന മോള്, പ്രവാചികയായ മോള്, യേശു ക്രിസ്തുവിന്റെ അതേ മുഖം കണ്ടു. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. എന്നും പറഞ്ഞാൽ അവിടെ ഒരു വീടുണ്ടാക്കിയെന്നല്ല, സമയം കിട്ടുമ്പോഴെല്ലാം ദേവാലയത്തിൽ വരുമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ പാസ്റ്റർ അവിടെ ഉണ്ടോന്നോ, മീറ്റിംഗ് ഉണ്ടോന്നല്ല വിഷയം. വീട്ടിലെ പ്രാർത്ഥന വേറെ, പിന്നെ വന്നിട്ട് ആലയത്തിലും ആരാധിക്കുമായിരുന്നു. താക്കോൽ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റർ വിളിച്ചു പറഞ്ഞാൽ, പാസ്റ്റർ പറഞ്ഞാൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയും, വന്ന് കയറി ഇവിടെ വന്നിന്ന് പ്രാർത്ഥിക്കാം ഒറ്റയ്ക്ക്. അതാണ് ശരിക്ക് ഉള്ള ഭക്തൻ. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആണോ? അങ്ങനെയാണെങ്കിൽ അത് കപട ഭക്തിയാ. വായിച്ചോ. ഈ അമ്മച്ചിയും വയസ്സത്രയായി, പക്ഷെ ഉപവാസവും പ്രാർത്ഥനയും വിട്ടിട്ടില്ല. വായിച്ചോ. രാവും പകലും ആരാധന ചെയ്തു പോന്നു. സമയം കൂടിപ്പോയി, സോറി. രാകേഷ് മാഷ പലപ്പോഴും എല്ലായ്പ്പോഴും അല്ല കേട്ടോ, പലപ്പോഴും അങ്ങനെ പോവും. കാരണം ഇതല്ലാതെ ആരെ പറയാനേ?
നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ പൈസ കൊടുത്ത് വിളിച്ച് നിങ്ങളെ പ്രവാചകൻ പറയുമോ? ഞാൻ പറഞ്ഞു ഇന്ന് പറഞ്ഞ ദൂതുകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആരാവശ്യപ്പെടാന്ന് അയച്ചുതരാം. ഗ്രൂപ്പിലിടോ നിങ്ങൾ സ്വന്തമായിട്ടോ എന്നും. രാവും പകലും ആരാധിച്ചു. അമ്മ ഒറ്റയ്ക്കാണെങ്കിലും അവൾ ആരാധിച്ചു. അവൾ എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് എന്നിട്ട് അവൾ പറഞ്ഞ പ്രവചനം ഈ ഒരു കുഞ്ഞ് ജനിച്ചുവെന്ന് സുവിശേഷം പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് പേര് വന്നതോ പ്രവാചകി. അതാണ് യഥാർത്ഥ പ്രവാചകൻ, പ്രവാചകി. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ദൈവസഭയെ ബലപ്പെടുത്തുക. എവിടെ? ആത്മാവിൽ ബലപ്പെടുത്തുവാൻ. അതേ ആത്മാവിൽ ശക്തിരിപ്പാനാണ് ഒരു പ്രവാചകൻ, പ്രവാചിയുടെ ദൗത്യം. വീടുണ്ടാവും, കാലുണ്ടാവും, വണ്ടി പോകണം, അവിടെ പോകും, ഇവിടെ പോകുന്നല്ല. അതൊക്കെ പോയിക്കോട്ടെ, ആയിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ ലഭിച്ചിട്ട് കൂട്ടായ്മ എവിടെ? പ്രാർത്ഥന എവിടെ? എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു? 2 മണിക്കൂർ 40 മിനിറ്റാണ് ദശാംശം ഒരു ദിവസത്തിന്, അല്ലേ കുഞ്ഞുങ്ങളെ? ദശാംശം അവിടെ 24 മണിക്കൂറിന് ദശാംശം 2:40. അത് പഴയ നിയമം. അതിന് മാറ്റിയാലേ അതിനപ്പുറം യഹൂദന്റെ നീതിയെ നിങ്ങൾ കവിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം പ്രവേശിക്കില്ലെന്ന്. ഒരു ദിവസം 2:40, അതിന് മേൽ വേണം. 3 മണിക്കൂറോളം ദൈവസന്നിധിയിൽ ചെലവഴിക്കണം ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. പലരും അത് ആദ്യമായിട്ട് കേൾക്കുന്നു പോലും. സ്തോത്രം. ഞാൻ കേട്ടല്ലോ. കർത്താവ് കേൾപ്പിച്ചതിനായി ശ്രദ്ധിക്കുന്നു. പാസ് തന്ന സമയത്തിനായി സ്തോത്രം. ദേവദാസനെ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. 5 മിനിറ്റ് നീണ്ടുപോകും, കുഴപ്പമില്ല അല്ലേ? സ്തോത്രം. കർത്താവ് താളം അനുഗ്രഹിക്കണം. നമുക്കൊരു യുദ്ധമുണ്ട് ദൈവമക്കളെ, നമുക്കൊരു യുദ്ധമുണ്ട്. അത് ജയം നമുക്കുണ്ട്. അത് ഒരുമിച്ച് ഏക ആത്മാവിൽ ഏക മനസ്സോടെ ദൈവസഭ പോരാടിയാലേ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യനായ